നിന്റെ വാ പോത്തിൻ്റെ നിന്റെ വാ എന്താണ് പോത്തിൻ്റെ കോതം പോലെ. എടാ എൻ്റെ വായ പോത്തിൻ്റെ കോതം പോലെ, അല്ലെങ്കിൽ കുരങ്ങൻ്റെ കോതം പോലെ, അല്ലെങ്കിൽ പാട്ടിയുടെ പൂച്ചയുടെ എന്തിൻ്റെന്ന് വെച്ചായിക്കോട്ടെടാ. അമീർ എന്താണ് സലാഹുദ്ദീനോ? അമീർ സലാഹുദ്ദീൻ എന്തുപോലെ ഇങ്ങനെ ആയിക്കോട്ടെ. അനക്ക് എന്ത് പാടാ മോണ്ണെ? പോടാ, സ്വന്തം കാര്യം നോക്കടാ. എൻ്റെ ഉമ്മാൻ്റെ ഇതിപ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയോടാ? ആകെ ഇത് ചപ്പിയെ പോലെ ഇരിക്കണ്ടോ? ഒന്ന് പോയോക്കാം. നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമയില്ലേ, ദിലീപിനെ വന്നിട്ട്, ദിലീപിനെയല്ല കൊച്ചിൻ ആനിഫേനെ വന്നിട്ട് ഒരു കുതിര ഉമ്മ വയ്ക്കണത് കണ്ടിട്ടുണ്ടോടാ നീ? ആകെ നിൻ്റെ ഉമ്മയുടെ മൂലം പൂരാടൊക്കെ പണിയെടുത്ത് നാട്ടുകാർ മൊത്തം പണിയെടുത്ത് അതുപോലെ ആയിട്ട് ഒന്ന് പോയോക്കടാ മോണ്ണെ. അവൻ വന്നേക്കുന്ന എന്തുവാടാ നിൻ്റെ അമ്മയ്ക്കില്ലേടാ? പോടാ എൻ്റെ അമ്മയ്ക്ക് പിന്നെ എന്തുവാടാ? എന്താണ് റിലേറ്റീവ് എന്ന് പറയുന്നത് വരുന്നതും നീ അടിക്കടാ, നീ അടി. നിങ്ങൾ ഒക്കെ ചെന്നിട്ട് അടിയുണ്ട്. നല്ലതുപോലെ അടിച്ചോട്ടെ, തള്ളേനും കയറി അടിച്ചോ നല്ലതുപോലെ കേട്ടാ. നിൻ്റെ നീ വെക്കണ്ടടാ കമൻ്റ് അവിടെ. എങ്ങനെ നീ വെച്ചാലല്ലടാ എനിക്കതിനുള്ള മറുപടി തരാൻ പറ്റുള്ളൂ. അത്ര പോലും നിനക്കൊന്നും നീ പണിയെടുക്കാറില്ല. ഇല്ലടാ മച്ചീതേ, ഞാൻ പണിയെടുക്കാറില്ല. ഞാൻ മലന്ന് കിടന്നു കൊടുക്കാറുള്ളൂ. എൻ്റെ കെട്ടിയോനെ പണിയെടുക്കല് കേട്ടോ. കെട്ടിയോനെ ചെയ്യല്, ഞാൻ അവിടെ കിടന്നു കൊടുക്കലുള്ളൂ. കുറേ പേരൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഹായ് സുൽത്താനിത്ത, ഹായ്. അത് കണ്ടപ്പോൾ തോന്നി ആണോ? അങ്ങനെയാണോടാ? അങ്ങനെ തന്നെയാടാ. പക്ഷെ അതിന് മുന്നേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടടാ. മലന്ന് കിടക്കണേനെ കിടന്ന് കുട്ടുക്കണേനെ മുന്നേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടടാ മോനെ. അതെനിക്കറിയോട്ടാ. അറിയില്ലെങ്കിൽ അമ്മയോട് അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്. ആ കെട്ടിയൻ അതേമാതിരി പിഴച്ചു ആയിരിക്കും മറ്റുള്ളവരെ പറ്റി. ഷിഹാബ് എൻ്റെ പെങ്ങളേനെയും പഴപ്പിച്ചിട്ടുണ്ട്. പോയോക്ക. എൻ്റെ കെട്ടിയും പോയിട്ട് നിൻ്റെ പെങ്ങളേനെയും പഴപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പോയോക്കടാ. ഇപ്പം കയറിയിരുന്ന് അടിക്കുന്നുണ്ടാവും. പെങ്ങളാണെന്നുണ്ടെങ്കിൽ മലത്തേച്ച് കൊടുക്കണുണ്ട്. ഒന്ന് പോയോക്കടാ മോനെ. ചോറൊന്നല്ലേ തിന്നുന്നത്? 3 നേരമില്ലടാ. ചിലപ്പോൾ ചപ്പാത്തി തിന്നും, ചിലപ്പോൾ ഇഡ്ഡലി തിന്നും, ചിലപ്പോൾ ദോശ തിന്നും, ചിലപ്പോൾ പുട്ട് തിന്നും, ചിലപ്പോൾ ഉപ്മാവ് തിന്നും കേട്ടോ. എല്ലാം കഴിക്കും. വായിക്കാൻ അറിയാത്ത തള്ളി ഇല്ലടാ. എനിക്ക് വായിക്കാൻ അറിയില്ലടാ. ഈ കമൻറ്റുകൾ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് അറിയുള്ളൂ. വായിക്കാൻ എനിക്ക് ഒട്ടും അറിയില്ലടാ. പ്ലീസ്. അമിത അശോക്, തള്ളച്ചി നിന്നെ പ്രസവിച്ച് തള്ളക്ക് ഇപ്പം എത്ര വയസ്സായിടാ? തള്ളച്ച ഇപ്പം ഞങ്ങൾ എടുത്ത് കത്തിച്ചോ അതോ കുഴിച്ചു മൂടിയോ ജീവനോടെ? ഇത് തന്നെയാ ചാനൽ ആണോ? ആയിക്കോട്ടെ. ചേച്ചിയെ നിങ്ങൾ എന്തിനാ വാപ്പാക്കും ഉമ്മാക്കും വിളിക്കുന്നത്? പൊന്നുമോനെ, വാപ്പാക്കും ഉമ്മാക്കും വിളിച്ചിട്ട് ഇവന്മാർക്ക് നാണമാനുണ്ടോ? നല്ല കമൻറ്റ് ഇട്ടൂടെ? ഡേഷ് ഉണ്ടോ? ഇല്ലടാ, ഞാനാ ഉണ്ടത്. അതുണ്ടില്ല കേട്ടോ, ഞാനും ഉണ്ടു. ഇവളുടെ അമ്മ അവിടുത്തെ വെടിയാണ്. അതാ ഈ തള്ള എങ്ങനെ സംസാരിക്കുന്നത്? ആരും ഒന്നും പറയില്ലേ? ഷോ ആണോ? അതെങ്ങനെ നിനക്കറിയാം? നീ പോയിരുന്നോ? അതുകൊണ്ടാണോ നീ പറയുന്നത്? എന്തായാലും എൻ്റെ തള്ള അങ്ങനെ ആവാൻ വഴിയില്ല, ഒരിക്കലും വഴിയില്ല. കാരണം ഇങ്ങനൊരു സിംഗക്കുട്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയോക്കട്ടെ എൻ്റെ അമ്മയുടെ ചങ്കൂറ്റം എന്താണെന്നുള്ളത്. എന്തായാലും എൻ്റെ അമ്മ അല്ല നിൻ്റെ അമ്മ എന്ന് എനിക്കറിയാം. കാരണം എന്തെന്നറിയോ? അവൾ ആ പഞ്ചായത്ത് മാത്രമല്ലടാ, ഒരു മൊത്തം ഏരിയയിലത്തെയും മൊത്തം ആളുകളുടെയും. നിൻ്റെ ആ തള്ള എന്തെന്നാ പറയണത്? ഇനി വേറെ എന്തുവാടാ അവിടെ വെക്കണം നീ ആ കമൻറ്റ്. ഇനി ആ പ്രദേശത്ത് വേറൊരെണ്ണം വേണ്ടെന്നാ പറയണത്. അവൾ നിൻ്റെ തള്ള അവിടുത്തെ മൊത്തം ആളുകളെ കസ്റ്റമറാക്കി വെച്ചിരിക്കുന്നു. ആ കസ്റ്റമറെയൊക്കെ വേറൊരാളെങ്കിലും പിടിക്കാൻ ചെന്നുണ്ടല്ലോ നിൻ്റെ തള്ള പഠിച്ചോനേ. കാരണം പിന്നെ നിൻ്റെ തള്ളേനെ ഒരാൾ വിട്ടും പോണില്ല. അത്ര അമ്മാതിരിയാണ് അത്ര നിൻ്റെ തള്ളയുടെ കലാവിരുതുകൾ. ഈ താത്ത ബാഡ് കമൻറ്റ് മാത്രം വായിക്കുള്ളൂ. അതെന്താ? ആര് പറഞ്ഞടേ? ഒരിക്കലല്ല. എൻ്റെ കണ്ണിൽ ഏതാണോ ഫസ്റ്റ് കാണുന്നത് ഞാൻ അത് വായിക്കുന്നതോ.
ഓക്കെ. തെരഞ്ഞ് പോകാൻ സമയമില്ലടോ. ആരാ നല്ലതിട്ടിരിക്കുന്നത്? കണ്ണിലേത് കാണുന്നു അതിനപ്പം മറുപടി കൊടുക്കുന്നു. ഇപ്പം ഞാൻ താഴെ നോക്കിയപ്പോൾ നിൻ്റെയാണ് കണ്ടത്. നിനക്ക് ഞാൻ ഫുള്ള് വെടി കമൻറ്റ് കേട്ടിട്ട് നല്ല പൊങ്ങലെടി നീ കൊള്ളാലോ. അതും എന്താടാ നിനക്ക്, അല്ലെങ്കിൽ പൊങ്ങലില്ലേ? ഇങ്ങനെ പെണ്ണുമ്പിള്ളെ കാണുമ്പോൾ നിനക്ക് പൊങ്ങലില്ല? കഷ്ടം. നീയൊക്കെ ഞാൻ വന്നിരുന്നു. അപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞു വേറെ 4 പേര് അകത്തുണ്ടെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എടാ അങ്ങനെയൊക്കെ നീ ആഗ്രഹിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ 4 പേര് കഴിയോളം നീ അപ്പോൾ കാത്തിരിക്കണ്ടേടാ മോണ്ണെ. അങ്ങനെയൊക്കെ നീ ആഗ്രഹിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എടാ നിൻ്റെ തള്ളയല്ല എൻ്റെ തള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേടാ. നിൻ്റെ തള്ളയുടെ അടുത്ത് 4 പേരല്ല 400 പേര് ഒരു ദിവസം കയറി അവളെന്നെ ആകെ വല്ല പാകിസ്ഥാൻ്റെ ഭൂപടം പോലെയൊക്കെ ആയിരിക്കണു നിൻ്റെ തള്ളയുടെ സമാൻ. ഒന്ന് പോയി നോക്കിയൊക്കെ. പോടാ മോനെ, നീ തരത്തി നോക്കി കളിയടാ. നിന്റെ തള്ളൻ തന്തേ ഞാൻ പറയുന്നില്ല മോനെ. ഷിഹാബ് എന്ത് പറയുന്നത്? ഹായ്, നിന്റെ നാട്ടിൽ നിന്റെ ഉമ്മ ഡ്രൈവിംഗ് സ്കൂൾ ആണെന്നുള്ള പറയണത് ഒന്നും നിന്നെ പറയാൻ പറ്റില്ല, കാരണം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ശരിയാണോടാ, എൻ്റെ അമ്മ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. ഇപ്പം ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിൻ്റെ മോളും നിൻ്റെ പെങ്ങളും ഉണ്ട്. ഒന്ന് പോയി നോക്കിയേ. നീയല്ലേ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടത്? ഏത് തരത്തിലെല്ലാം പഠിപ്പിക്കണം? പക്ഷെ എൻ്റെ അമ്മയുടെ സാമാനം നിൻ്റെ പെങ്ങൾക്കും മകൾക്കൊക്കെ അതുപോലെ തന്നെ. പക്ഷേ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് വേറെ ആൺകുട്ടികളുണ്ടടാ. ഒന്ന് പോയി നോക്കി. നീയല്ലേ പറഞ്ഞത്? ശരിയാടാ. നിൻ്റെ അമ്മേനെയും പെങ്ങളേനെയും നിൻ്റെ പെങ്ങളേനെയും മകളേനെയും അമ്മാതിരി പണി എടുപ്പിക്കുന്നുണ്ട്. ഷോ, നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിനക്ക് അറിയാവുന്ന പരീക്ഷണങ്ങൾ ഇനി എന്നിട്ട് നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിൻ്റെ മകൾ പറഞ്ഞു തരും ആ ഡ്രൈവിംഗ് സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചു എന്ന്. ഓടാ, സ്വയം നാണം കട നാണല്ലിട നാറി നിനക്കൊക്കെ. താത്താൻ്റെ വായ കണ്ടാൽ അറിയാം താത്താൻ്റെ സാമാനത്തിൻ്റെ വലിപ്പം. അങ്ങനെയാടാ, നീ നിൻ്റെ പെങ്ങളുടെ വായ നോക്കി അവളുടെ സാമാനത്തിൻ്റെ അളവെടുത്തോ? നിൻ്റെ മകളുടെ വായ നോക്കി അവളുടെ സാമാനത്തിൻ്റെ അളവെടുത്തോ? നിൻ്റെ അമ്മയുടെ വായ നോക്കി നീ നിൻ്റെ അമ്മയുടെ സാമാനത്തിൻ്റെ അളവെടുത്തോ? ഈ 3 അളവും വെച്ചിട്ടാണോ നീ നാട്ടിലെ പെണ്ണുങ്ങളുടെ വായ നോക്കി അളവെടുക്കുന്നേ? ഓ, അങ്ങനെയാവില്ലേ അബൂബക്കറെ? സ്വന്തം ഉമ്മാടെ വായ നോക്കി ഉമ്മാടെ സാമാനത്തിൻ്റെ അളവെടുത്തു, പെങ്ങളുടെ നോക്കി പെങ്ങളുടെ സാമാനത്തിൻ്റെ അളവെടുത്തു, 2 മക്കളുടെ നോക്കി 2 മക്കളുടെ സാമാനത്തിൻ്റെ അളവെടുത്തു. അപ്പോൾ ഈ 4 എണ്ണത്തിലും കൂടി നീ പരീക്ഷണം നടത്തി നാട്ടിലുള്ള മറ്റു പെണ്ണുങ്ങളുടെ വായ നോക്കി നീ സാമാനത്തിൻ്റെ കണക്ക് പറയുന്നു അല്ലേ? മിടുക്കൻ. എന്തായാലും നല്ല കാര്യടാ അബൂബക്കറെ. എങ്ങനെ നീ സാമാനത്തിൻ്റെ അളവെടുക്കുമ്പോൾ എങ്ങനെ? കാര്യമായിട്ട് പണിഞ്ഞോ അതോ ചെറുങ്ങനെ? എന്താ സുന്ദരി ഇങ്ങനെ തെറി വിളിക്കുന്നത്? ഇങ്ങോട്ട് തെറി വരുന്നത് കാണാനില്ലടോ. ഞങ്ങളുടെ തള്ള നിൻ്റെ തള്ള എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ചിലപ്പോൾ അവൻ നിൻ്റെ കെട്ടിയൻ പൂമ്പാമ്പ് ഉണ്ടാവും ആരുടെയെങ്കിലും. മനസ്സിലായില്ലടാ? നീ കമൻറ്റ് ശരിക്കും എഴുതിയിടടാ. നിന്റെ തള്ള ചെയ്യുന്ന പണിയുടെ കാര്യമാണോ നീ പറയുന്നത്? ഇവളെ തൊള്ള കണ്ടാലറിയാൻ വെടക്കാണെന്ന് ആണോ? എടാ, ഇവട്ടങ്ങനെ ബാഡ് കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആ തൊള്ള വെടക്കാന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായടാ? അത് ന്യായമല്ലടാ മോണ്ണെ. പൊടാടന്നിട്ട് നീക്കുന്നത്. നല്ല മുസ്ലിം ഇങ്ങനെ പറയില്ല. മതം മാറി വന്നതിൽ ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ലൈവിൽ വരണ്ട. വേറെ ജോലി നോക്ക്. അത് വരാ അല്ലാമേ. നല്ല മുസ്ലിം എന്തുവാടാ? പടച്ചവൻ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ? നല്ല മുസ്ലിം, ഇത് ചിത്ത മുസ്ലിം, ഇവൻ നിസ്കാര മുസ്ലിം, ഇവൻ സക്കാത്ത് മുസ്ലിം, ഇവൻ ഉമ്മറ മുസ്ലിം, ഇവൻ പിന്നെന്തുവാ? ഉമ്മറ കഴിഞ്ഞ പിന്നെന്തുവാ? എന്താ ഉമ്മറില്ലാതെ വേറെ ഒന്നും പറയില്ല. എന്താണ്? ഉമ്മറയ്ക്ക് പോവുക. എന്തെങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോടാ? പറ. അല്ല പിന്നെ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ? പേടാ നീ പോയി തരത്തിൽ പോയി കളിയുടെ മോനെ കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്.